എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവത്തിന് ഗ്ലോറി വരുത്തുന്ന രീതിയിൽ, ദൈവത്തിന്റെ പേരിന് മഹിമ കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ, അല്ലെ? ദൈവം നമുക്ക് ഒരുപാട് കൃപാവരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കൃപാവരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് നമ്മൾക്ക് വലിയവരാകുന്നതിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ മക്കളെ സെർവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? പരസ്പരം സ്നേഹിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് ഗ്ലോറി കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം നമ്മളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. യേശു എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കാം. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുപാട് കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, എന്നും ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ഞങ്ങളോട് ഇന്നും സംസാരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് ട്രൂത്ത് റിവീൽ ചെയ്ത് തന്നെ കർത്താവ് പ്രൈസിന് വർഷിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ഒന്നാമത്തെ പത്രോസിലേക്ക് പോകും. 4-ാമത്തെ ചാപ്റ്ററിന്റെ 10ഉം 11ഉം. ഒന്നാമത്തെ പത്രോസിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 10ഉം 11ഉം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. അപ്പോൾ മഹത്വവും ബലവും എന്നേക്കും ദൈവത്തിന് മാത്രമായിട്ടുള്ളതാണ്. എല്ലാ പ്രൈസും ദൈവത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. എല്ലാത്തിനും വേദിയായിട്ടുള്ളത്, എല്ലാ പ്രൈസിനും എല്ലാ അഡോറേഷനും വേദിയായിട്ടുള്ള ദൈവം മാത്രമാണ്, അല്ലെ? നമ്മളൊക്കെ വീണു പോയിരുന്ന വ്യക്തികളായിരുന്നു. നമ്മളെ വീണ്ടെടുത്തതാണ്. നമ്മളുടെ മിടുക്ക് കാരണമല്ല, നമ്മളുടെ ശക്തി കാരണമല്ല, നമ്മളുടെ സ്വഭാവത്തിന്റെ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റി കൊണ്ടോ മഹിമ കൊണ്ടോ ഒന്നുമല്ല, അല്ലെ? നമ്മുടെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടോ ഒന്നുമല്ല. വീണു പോയിരുന്നവരാണ് നമ്മൾ, അല്ലെ? നമ്മൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവം ഈ ലോകത്തിലേക്ക് തന്റെ ഗ്ലോറി, തന്റെ മഹിമ വേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെ? ലോകാരംഭത്തിന് മുമ്പേ ഉണ്ടായിരുന്ന മഹിമ വേണ്ടെന്ന് വെച്ച് യേശുക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യ രൂപത്തിൽ വന്നു. അപ്പൊ ഇന്ന് നമ്മളുടെ ദൈവം നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, സ്നേഹിക്കുക, അല്ലെ? സ്നേഹത്തിൽ ആസ്പദമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ കിങ്ഡം. സേറ്റന്റെ കിങ്ഡം സ്നേഹത്തിൽ ആസ്പദമായിട്ടുള്ളതല്ല. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ ദ വെരി ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്ന വെരി ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്നേഹവും റൈച്ചസ്നെസ്സും ജസ്റ്റിസും, അല്ലെ? അങ്ങനെയുള്ള ലവ്, ജസ്റ്റിസ് ആൻഡ് റൈച്ചസ്നെസ്, അതാണ് ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാല്. അപ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല്, ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കൃപാവരങ്ങൾ കിട്ടിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അത് പരസ്പരം നമ്മള് എന്താ പറയാ, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അന്യോന്യം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് പാസ്റ്റർമാരെയും അപ്പോസ്റ്റലന്മാരെയും ഇവാഞ്ചലിസ്റ്റുകളും എല്ലാം ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം യേശുക്രിസ്തുവിന്റെ ആ സ്വരൂപത്തിലെ ലൈക്നെസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, അല്ലെ? അപ്പൊ പാസ്റ്റർക്കും പ്രേയറിന്റെ ആവശ്യമുണ്ട്, അല്ലെ? പാസ്റ്റർ നമ്മളെ ശുശ്രൂഷിക്കുന്നു പറയുമ്പോൾ പാസ്റ്ററിന് പ്രേയറിന്റെ ആവശ്യമുണ്ട്, പാസ്റ്ററിന് എന്താ പറയുക, സഹായത്തിന്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലെ? അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും. പരസ്പരം എന്താ പറയാ, നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരങ്ങളെ അന്യോന്യം ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കുക, അല്ലെ? എന്നാ പറഞ്ഞിരിക്കുക. ഇപ്പൊ ഇവിടെ പറയും, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്നതുപോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ, അല്ലെ? ഒരുത്തൻ പ്രസംഗിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ദൈവത്തിന്റെ വചനം, ദൈവം സംസാരിക്കുന്ന പോലെ അരുളപ്പാട് ചെയ്യുന്നപ്പോൾ തന്നെ പ്രസംഗിക്കട്ടെ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള കൃപാവരമുള്ള വ്യക്തിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യട്ടെ. ദൈവം എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് ഹീൽ ചെയ്യാൻ, അല്ലെ? രോഗശാന്തിക്കുള്ള വരമുണ്ടെങ്കിൽ അത് ദൈവം ഹീൽ ചെയ്യുന്ന പോലെ ആകട്ടെ. ഓരോരുത്തർക്ക് ആർക്കെങ്കിലും ഒക്കെ പ്രോഫസി ചെയ്യാനുള്ള വരമുണ്ടെങ്കിൽ അത് അങ്ങനെ ദൈവത്തിന്റെ വചനം പോലെ, ദൈവം സംസാരിക്കുന്ന പോലെ, നമ്മുടെ വായിക്കൂടെ സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കട്ടെ നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തെ എന്താ പറയാ, ഇമിറ്റേറ്റ് ചെയ്യുക, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പോ പലതരത്തിലുള്ള കൃപാവരങ്ങളൊക്കെ ദൈവം നമുക്ക് തരുമ്പോ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കൃപാവരങ്ങൾ നമ്മളുടെ ഗ്ലോറിക്കായിട്ടാണെന്നുള്ളൊരു വിചാരത്തിലേക്ക് നമ്മൾ വന്നിട്ട്
ഒന്ന് നകളിക്കാനൊക്കെ ഇടയുണ്ട് അല്ലെ. അപ്പോ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നകളിക്കുന്ന വ്യക്തികളാകരുത്, ദൈവത്തിന് മഹിമ കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വ്യക്തികൾ, ദൈവത്തിന് മഹത്വവും ബലവും കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു അപകടം തന്നെ ഉള്ളതാണ് അല്ലെ. നമുക്കറിയാം പിശാചിന് ഏറ്റവും അധികം അനോയിന്റിങ് ഉള്ള ഒരു ഇത് ചെറൂബായിരുന്നു. ഏറ്റവും അധികം എല്ലാത്തിനേക്കാളും വലുതെന്നല്ല, നല്ല അനോയിന്റിങ് ഉള്ള ഒരു ചെറൂബായിരുന്നു അല്ലെ. പക്ഷെ എന്താ പറ്റിയത്? അഹങ്കാരം കയറി കഴിഞ്ഞപ്പോ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞപ്പോ നെഗളം തോന്നി കഴിഞ്ഞപ്പോ വീണുപോയ ഒരു ചെറൂബായി പോയി, മാലകയായി പോയി. അതിനോടൊപ്പം തന്നെ മൂന്നിലൊന്ന് ഭാഗവും കൂടെ വീണു പോയിരിക്കുകയാണ്. പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു, വീണു പോകുന്നവർ ആയിരിക്കരുത്. വീണു പോകാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമാണ്, ദൈവത്തിന് മഹത്വവും ബലവും അർപ്പിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക. ഇനി ഇവിടെ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദൈവം പ്രസംഗിക്കുന്ന പോലെ ആയിരിക്കട്ടെ, ദൈവം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കട്ടെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ ശക്തിയും ബലവും അല്ലെ അതനുസരിച്ച് ആയിരിക്കട്ടെ നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളോട് ദൈവത്തിന്റെ വർക്ക് ചെയ്യാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വഴി ദൈവം ചെയ്യുന്ന വർക്ക് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അല്ലെ. അപ്പൊ നമ്മളുടെ സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യണമെന്നല്ല ദൈവം പറയുന്നത്. ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രങ്ങളായിക്കൊണ്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മൾ വന്ന് നിറയും, ദൈവത്തിന്റെ ഗ്രേസ് നമ്മൾ വന്ന് നിറയും. അപ്പൊ ദൈവത്താൽ നമ്മൾ നയിക്കപ്പെട്ടുകൊണ്ട് എങ്ങനെ പറഞ്ഞ കൺസ്യൂംഡ് ആയിക്കൊണ്ട് കംപ്ലീറ്റ് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തു വരുമ്പോൾ ആ കൺട്രോളിലാവും. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൺട്രോളിലായി കഴിയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ എംപവർ ചെയ്തുകൊണ്ട് പവർ തന്നുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ മൗത്ത് പീസുകളായിട്ട് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൈയായിട്ടും കാലായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ വർക്ക് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളുടെ ബലത്തില് നമ്മളുടെ എന്താ പറയണേ ജഡത്തിന്റെ സ്വഭാവത്തിലൊക്കെ നമ്മൾ നിന്നുകൊണ്ട് വർക്ക് ചെയ്യും. അപ്പൊ അവിടെ ദൈവത്തിന് മഹിമ വരുന്നില്ല, നമുക്കേ മഹിമ വരുന്നുള്ളൂ. നമുക്ക് മഹിമ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം വെച്ചാല് നമുക്ക് മഹിമ വരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിശാചിന് ഒരു ഓപ്പൺ ഡോറാണ്, പിശാചിന് ഒരു തുറന്ന വാതിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും. നമ്മളെ മഹിമപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്, യേശുക്രിസ്തുവിന് മഹിമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിന് മഹിമപ്പെടുത്തുമ്പോൾ യേശു വഴി ദൈവത്തിന് മഹിമ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മളുടെ റോൾ മോഡൽ യേശുക്രിസ്തുവാണ്. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, യേശു എന്ന് പറയുമ്പോ രണ്ടാമത്തെ ആളാണ് അല്ലെ, ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആളാണ്. ദൈവത്തിന്റെ സ്വരൂപമാണ് യേശുക്രിസ്തു അല്ലെ, ദൈവത്തിന്റെ പ്രതിമയാണ് യേശുക്രിസ്തു. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ് യേശുക്രിസ്തു അല്ലെ. ദൈവം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കും, ഞാൻ ഈ സംസാരിക്കുന്ന വാക്കുകൾ പോലും എന്റേതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, പിതാവ് എന്നിൽ വസിക്കുന്ന പിതാവ് എന്നിൽ കൂടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു പിതാവും പിതാവ് യേശുക്രിസ്തുവിലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ കൺസ്യൂംഡ് ആയിട്ട് ഓവർ പവർ ആയിട്ട് ഫുള്ളായിട്ട് യേശുക്രിസ്തു കംപ്ലീറ്റ് ആയിട്ട് പിതാവിന്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ എന്താ പറയുക കൺസ്യൂംഡ് ആയിരുന്നു യേശുക്രിസ്തു അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് എംപവർ ചെയ്യപ്പെട്ടിരുന്നു, കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നു യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് താൻ സംസാരിക്കുന്ന വാക്കോട് പിതാവിന്റെ വാക്കാണെന്നും താൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പിതാവ് കാണിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് പറയുന്നത്. താൻ എന്ന വ്യക്തിയെ പറ്റി ചിന്തിക്കാതെ, താൻ എന്ന വ്യക്തിക്ക് പറയാനുള്ള ഒന്നും തന്നെ പറയാതെ. ഹോളി സ്പിരിറ്റ് ഗോഡ് അങ്ങനെ തന്നെയാ, യേശുക്രിസ്തുവിന് പറയേണ്ടത് മാത്രമേ ഉള്ളൂ ഹോളി സ്പിരിറ്റ് ഗോഡ് പറയത്തുള്ളൂ, യേശുക്രിസ്തുവിനെ പറ്റി മാത്രമേ റിവീൽ ചെയ്യത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിരിക്കുവാണ് അല്ലെ. അത് മലയാളത്തിൽ എങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്താ പറയുക, യേശു ഫുള്ള് ഹോളി സ്പിരിറ്റ് ഗോഡാണ്, യേശു ഫുള്ള് പിതാവ് തന്നെയാണ്, പിതാവ് ഫുള്ള് യേശുവാണ്, ഹോളി സ്പിരിറ്റ് ഗോഡുമാണ്. അപ്പൊ അങ്ങനെയാണ് ഇവര് വർക്ക് ചെയ്യുന്നത് അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കൺസ്യൂംഡ് ആയിട്ട് കൺട്രോൾഡ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ യേശുവിന്റെ വായും കൈകളും എല്ലാം പിതാവിന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് യേശുവിന് കംപ്ലീറ്റ് ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തില് നമ്മളുടെ ശക്തിയില് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കൺട്രോളിലാക്കാനോ നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ വിട്ടു കൊടുക്കുന്നില്ലാതിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ വഴി വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരും.
അപ്പൊ അതാണ് മിക്കവാറും തന്നെ കണ്ടുവരുന്നത് അല്ലേ. കൃപാവരങ്ങൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കൃപാവരങ്ങളിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ ഫുൾനെസ്സിൽ നിന്ന്, ദൈവത്തിന്റെ കംപ്ലീഷനിൽ നിന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. ദൈവമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ കൃപാവരങ്ങളുള്ള വ്യക്തി. പക്ഷെ യേശുക്രിസ്തു ഒരിക്കൽ പോലും കൃപാവരങ്ങൾ വർക്ക് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ആയിരുന്നില്ല. യേശുക്രിസ്തു എന്നും ദൈവത്തിന്റെ ആ ഫുൾനെസ്സിൽ നിന്ന്, കംപ്ലീഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ ഹൈജാക്ക് ചെയ്തിരുന്നു യേശുക്രിസ്തുവിനെ അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് യേശു ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ വ്യക്തിയാണ് എന്താ പറയുന്നത്, ട്രിനിറ്റിയിലെ രണ്ടാമത്തെ ആളാണ് യേശുക്രിസ്തു. പക്ഷെ എന്നാലും ഹോളി സ്പിരിറ്റ് ഗോഡ് നയിച്ച് വിൽഡർനെസ്സിലേക്ക്, മരുഭൂമിയിലേക്ക് കൊണ്ട് ഇപ്പൊ യേശുക്രിസ്തു പോവുമായിരുന്നു ചെയ്തത്. എന്ന് വെച്ചാല് കംപ്ലീറ്റ് ആയിട്ട് യേശുക്രിസ്തുവിനെ കംപ്ലീറ്റ് ആയിട്ട് ദൈവം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ കൺസ്യൂംഡ് ആയിട്ടുള്ള ഒരു ലെവല് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, യേശുവിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഒന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം പറയുന്നത് മാത്രമേ കേൾക്കൂ, അതനുസരിച്ച് മാത്രമേ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ ദൈവത്തിന് നമ്മുടെ കാലും കൈയുമെല്ലാം ദൈവം എങ്ങനെ ഉപയോഗിക്കും, ദൈവം തന്നെ എങ്ങനെ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ തന്റെ വായിക്കൂടെ എങ്ങനെ സംസാരിക്കുന്നു, തന്റെ കൈയും കാലും ഒക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അതുപോലെ എല്ലാം തന്നെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. ജീവിക്കുന്ന യേശുക്രിസ്തു ആയിരിക്കും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ വചനം പറയുമ്പോഴും യേശുക്രിസ്തു പറയുന്ന പോലെ പറയാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും, അടുക്കളയിലെ ജോലി ചെയ്യും, എല്ലാം ചെയ്യുമ്പോൾ യേശുക്രിസ്തു അങ്ങനെ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും കാണുന്നത്, എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ വീക്ഷണ പോയിന്റിൽ കൂടി ആയിരിക്കും അല്ലെ. അതിനായിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എംപവർ ചെയ്യപ്പെടുന്ന രീതിയിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മൾ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ വെറും ഒരു ബയോളജിക്കൽ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ യേശുക്രിസ്തുവിന്റെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുക്കണം. അതാണ് പിതാവിന്റെ ആഗ്രഹം. അങ്ങനെയാകുമ്പോൾ അല്ലെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കും ഒത്തവണ്ണം ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഹോളി സ്പിരിറ്റ് കൊണ്ട് കയ്യിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെ, അതെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ മാത്രമായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുന്നത്, ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യുന്നത്. അതാണ് യേശുക്രിസ്തു ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഗെത്സമനെ വെച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കപ്പ് മാറ്റിക്കളെ അങ്ങക്ക് കഴിവുണ്ട്, പക്ഷെ അങ്ങക്ക് താല്പര്യമാണ് ഇത് മാറ്റിത്തരണം, പക്ഷെ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ആ ഒരു അവസാനത്തെ നിമിഷത്തിൽ താൻ പാപമായി പോകാൻ തുടങ്ങുന്ന സമയത്തും കൂടെ, പാപമായി തീരാൻ തുടങ്ങുന്ന ആ സമയത്തും കൂടെ അല്ലെ, യേശുക്രിസ്തു തന്റെ പിതാവിൽ നിന്ന് അകലാൻ നിൽക്കുന്ന ആ സമയത്തും കൂടെ പറഞ്ഞ ഒരു കാര്യം ഇതാണ് അല്ലെ, ദൈവമേ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ മാത്രം നടക്കട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ദൈവത്താൽ നിറഞ്ഞിരിക്കുവാണ് അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, പിതാവിന്റെ സ്വഭാവമാണ് യേശുക്രിസ്തു എക്സിബിറ്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മളും അല്ലെ, അതിനായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടേതായിട്ട് ഒരു ഒപ്പീനിയനും ഇല്ലാതെ ദൈവത്തിന്റെ ഒപ്പീനിയൻ മാത്രം, ദൈവത്തിന്റെ ബില്ല് മാത്രം, ദൈവത്തിന്റെ ഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അല്ലെ ജീവിക്കുമ്പോൾ അങ്ങനെയായിരിക്കും. ഇവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, പരസ്പരം നല്ല ഗൃഹവിചാരകന്മാരെ അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ അല്ലെ. ഓരോരുത്തർക്കും വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി തീരുമെന്ന് പറഞ്ഞിരിക്കും. ദൈവത്തിന്റെ വരം, ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചിരിക്കും. അപ്പൊ ദൈവത്തിന്റെ കൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായിട്ട് അന്യോന്യം ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ, അന്യോന്യം പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൈകളിലായിരിക്കുന്ന വ്യക്തികളായിട്ട് അല്ലെ, ദൈവത്താൽ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് എങ്ങനെ ഈ ഭൂമിയിൽ വർക്ക് ചെയ്യണോ അതിനായിട്ടുള്ള മാർഗം നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അത് എല്ലാം നമ്മൾ വഴി ചെയ്തെടുക്കാനുള്ള എല്ലാം നമ്മൾ വഴി ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ എന്താ പറയുക, ദൈവത്തിന്റെ ഹിതം ഈ ലോകത്ത് നടപ്പാക്കത്തില്ല അല്ലെ. എത്ര വിശ്വാസികളുണ്ട് തങ്ങളെ തന്നെ പിതാവിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ പുത്രന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവര് എത്ര പേരുണ്ട്. അതൊക്കെ വളരെ കുറവല്ലേ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യമൊക്കെ പറയാം, അവർക്കങ്ങ് ദൈവത്തെ വിശ്വസിച്ചതിന് അനുസരിച്ച് എന്തെന്നൊക്കെ വലിയ കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ പറയും. പക്ഷെ എത്ര പേര് നമ്മൾ വിശ്വസിക്കുന്നു, എത്ര പേര് നമ്മള് എന്താ പറയാ നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ദൈവം അങ്ങയുടെ ഹിതം മാത്രം നടന്നു എന്റെ ജീവിതത്തില്, അങ്ങ് എവിടെ പോകാൻ പറഞ്ഞാൽ ഞാൻ പോവും, അങ്ങ് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും എന്ന് വാഗൊണ്ട് പറയും മാത്രമല്ല അങ്ങനെ ചെയ്യുകയും ചെയ്ത് എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ
അല്ലെ? അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ ഈ ലോകത്തെ മിക്കവാറും തന്നെ സാധിക്കാറില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള വ്യക്തികൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. മേരി പറഞ്ഞു പോലെ ദൈവമേ അങ്ങ് പറയുന്ന പോലെ തന്നെ ആട്ടെ എനിക്ക് അല്ലെ, എനിക്ക് അങ്ങ് പറയുന്ന പോലെ തന്നെ വരട്ടെ എൻ്റെ ജീവിതത്തിൽ അല്ലെ, ലെറ്റ് ഇറ്റ് ബി അക്കോർഡിംഗ് ടു യുവർ വിൽ എന്ന് പറയാൻ ഒരു 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 സാന്നിധ്യവും ഒരു ചങ്കുറപ്പും ഒരു അനുസരണയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം ഈ ലോകത്ത് വളരെയധികം പ്രാവർത്തികമാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ മിക്കവാറും ആൾക്കാർ അത് ചെയ്യത്തില്ല. മിക്കവാറും ആൾക്കാർ ഇല്ല ദൈവമേ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന വ്യക്തികളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് തന്നെയാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ വർക്കുകളൊന്നും ഈ ലോകത്ത് നടക്കാതെ പോകുന്നതിന്റെ കാര്യം. അപ്പൊ നമ്മളെ തന്നെ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഈൽഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ദൈവം പറഞ്ഞ സ്നേഹിക്കാനും ദൈവം പറയുന്ന പോലെ നമുക്ക് നടക്കാനും എല്ലാം നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് പ്രാർത്ഥിച്ച ശേഷം നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയാം. താങ്ക് യു സോ മച്ച് മാസ്റ്റർ, ഞങ്ങളോട് സംസാരിച്ചിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവെ. കർത്താവെ അങ്ങനെ സ്നേഹിക്കാനും അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുക. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഗോഡ്. ഐ പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. അങ്ങ് പറയുന്ന മാത്രം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തന്നെ യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി ദൈവത്തിനകത്ത് മാത്രം.